Hi friends, Namaskar. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ സൗദിയിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. നമുക്കറിയാം ഒരു പുതിയ വാലറ്റ് ആപ്പ് Stc Pay എന്ന ആപ്പ് ഈ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. ഇന്ന് ലോകത്ത് എല്ലാ കൺട്രീസിലും തന്നെ ക്യാഷ്ലെസ് പേയ്മെന്റ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ക്യാഷ്ലെസ് പേയ്മെന്റ് ആയിട്ട് നമ്മുടെ Paytm പോലത്തെ ഗൂഗിൾ ടെസ് അതുപരി നമ്മുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പുകളെല്ലാം യൂസ് ചെയ്തിട്ട് ക്യാഷ്ലെസ് പേയ്മെന്റ് നടത്താറുണ്ട്. ബിൽ പേയ്മെന്റ്, അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫറിങ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്നതാണ്. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ വാലറ്റ് ആപ്പുകൾ വളരെ കുറവായിരുന്നു. ഈ അടുത്താണ് ആപ്പിളിന്റെ ആപ്പിൾ പേ അതുപോലെ തന്നെ Stc Pay എന്നുള്ള രണ്ട് ആപ്പുകൾ നിലവിൽ വന്നത്. അപ്പൊ ഈ Stc Pay ഇതുവരെ നമുക്ക് അത്ര കംഫർട്ട് അല്ലായിരുന്നു. കാരണം അത് നമുക്ക് നാട്ടിലേക്ക് വെസ്റ്റേൺ യൂണിയൻ വഴി മാത്രമായിരുന്നു എമൗണ്ട് സെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഈ അടുത്ത് വന്നൊരു അപ്ഡേഷനിൽ നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് നാട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ക്യാഷ് അയക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകാതെ ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ Stc Pay എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്താൽ നമുക്ക് ആദ്യത്തെ ഇൻ്റർഫേസിൽ ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണും, വെൽക്കം ഡീറ്റെയിൽസ്. തുടർന്ന് ഗെറ്റ് സ്റ്റാർട്ട് എന്നൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളോട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ 4 അക്ക OTP നിങ്ങളുടെ മൊബൈലിലോട്ട് വരും. ആ OTP നിങ്ങൾ തിരിച്ചു ഉടനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ നമുക്ക് നമ്മുടെ ഇക്കാമ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇക്കാമ ID അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ എൻ്റെ ഇക്കാമ ID എന്ന് കൊടുത്തു. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് ഈ താഴെയുള്ള കോളത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയും. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. തുടർന്ന് ഒരു 6 അക്ക പാസ്വേഡ് നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു പുതിയ 6 അക്ക പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് വീണ്ടും ഒന്നുകൂടെ 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക, ഒന്ന് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡാണിത്. അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് കൂടെ ആഡ് ചെയ്യാം. അത് എനേബിൾ ചെയ്തിട്ട് താഴെ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെ പാസ്വേഡിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫിംഗർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. തുടർന്ന് ഏറ്റവും മുകളിലുള്ള ആഡ് മണി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ മിസ്സിംഗ് ഇൻഫർമേഷനാണ്. അപ്പോൾ കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നുകൊണ്ട് ആഡ് ചെയ്യണം. ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടാവും. തുടർന്ന് നിങ്ങൾ ഇൻകം സോഴ്സ് എന്താണോ, സാലറി ആണോ, എന്താണുള്ളത് വെച്ചാൽ അവിടെ കൊടുക്കുക. ഞാൻ സാലറി എന്ന് കൊടുത്തു. തുടർന്ന് ഇൻകം റേഞ്ച് എത്രയെന്ന് കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളെ പ്രൈവറ്റ് സെക്ടറാണോ ഗവൺമെൻറ് സെക്ടറാണോ എന്നൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പ്രൈവറ്റ് സെക്ടർ സെലക്ട് ചെയ്തു. തുടർന്ന് നമ്മുടെ എംപ്ലോയർ നെയിം, നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ സ്പോൺസറുടെ പേരൊക്കെ കൊടുക്കുക. അതിന് താഴെയായിട്ട് നിങ്ങളുടെ ജോലിയുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തു. തുടർന്ന് നിങ്ങൾ ആഡ് മണി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഓപ്ഷനിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ 2 ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം. ഒന്ന് റിയാദ് ബാങ്ക്, ഒന്ന് അറബ് നാഷണൽ ബാങ്ക്. ഈ 2 ബാങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് സദാദ് പേയ്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു സദാദ് അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ടാവും. അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതോടെ ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യേണ്ട മണി കൊടുക്കുക. അതിനുശേഷം ക്രെഡിറ്റ് കാർഡിൻ്റെയും ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ കാർഡ് ടോപ്പ് അപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് കിയോസ്ക് വഴി. ഇങ്ങനെ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ ഷോ യുവർ QR കോഡ്, അതായത് നമ്മുടെ സ്വന്തം QR കോഡാണിത്. ഈ ഒരു QR കോഡ് മറ്റൊരാൾക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പണം സെൻഡ് ചെയ്യാൻ കഴിയും. അടുത്ത ഓപ്ഷൻ സെൻഡ് ടു കോൺടാക്റ്റ് ആണ്. സെൻഡ് മണി ടു കോൺടാക്റ്റ്. നിങ്ങളുടെ മൊബൈലിൻ്റെ കോൺടാക്റ്റിലുള്ള ഒരു വ്യക്തികൾക്ക് Stc യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ക്യാഷ് സെൻഡ് ചെയ്യാൻ കഴിയും. മറ്റൊന്ന് ലോക്കൽ ട്രാൻസ്ഫർ, സൗദിയിലുള്ള മറ്റുള്ള ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് എമൗണ്ട് കൊടുക്കുക. അതിന് താഴെയായിട്ട് ആ IBAN നമ്പർ സെൻറ്ററുടെ
ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ നാലാമത്തെ ഓപ്ഷനാണ് നമുക്ക് പ്രവാസികൾക്കൊക്കെ ഉപകാരമാവുന്ന ഇൻ്റർനാഷണൽ റെമിറ്റൻസ് എന്നുള്ള ഓപ്ഷന്. ഇത് നേരത്തെ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ വഴി മാത്രമായിരുന്നു പിന്നെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ താഴെയായിട്ട് നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനത് ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നേരെ താഴെയുള്ള ഈ ആഡ് ബെനിഫിഷ്യറി എന്നുള്ളതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും മുകളിലായിട്ട് ബെനിഫിഷ്യറി നെയിം എന്താണോ, നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ നിങ്ങളുടെ നെയിം, അത് മറ്റുള്ള ഒരാളെ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ എൻ്റെ അക്കൗണ്ട് നെയിം ഒന്ന് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് നെയിം ആഡ് ചെയ്യുന്നു. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. മറ്റൊന്ന് ബെനിഫിഷ്യറി ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ നിക്ക് നെയിം അത് ഓപ്ഷനിലാണ്. എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക് നിക്ക് നെയിം. അതുപോലെ തന്നെ ഏറ്റവും താഴെയായിട്ട് റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളെ സ്വന്തം അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ പേഴ്സണൽ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആണെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ സൗകര്യം പോലെ കൊടുക്കുക. ആരുടെ അക്കൗണ്ട് ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്കാണ്, അപ്പോൾ മുകളിൽ പേഴ്സണൽ എന്ന് കൊടുത്തു. തുടർന്ന് ഏറ്റവും താഴെയുള്ള കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ കോളത്തിലെത്തി അവിടെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിന് താഴെയായിട്ട് ഡെലിവറി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷ് പിക്കപ്പ് ആൻഡ് ക്യാഷ് ഡയറക്റ്റ് ബാങ്കിലേക്ക് ഡയറക്റ്റ് പോകുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ ക്യാഷ് പിക്കപ്പ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആക്കുക. ഞാൻ ഡയറക്റ്റ് ബാങ്ക് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഫൈനൽ സ്റ്റേജാണ്. അവിടെ നമ്മൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ ബാങ്ക് സെലക്ട് ചെയ്യാണ്. ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഇത് ഫെഡറൽ ബാങ്ക് എന്നാണ് ഫെഡറൽ ബാങ്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിൻ്റെ താഴെയായിട്ട് അക്കൗണ്ട് നമ്പറാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്താണെന്ന് വെച്ചാൽ അത് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് താഴെയായിട്ട് ബാങ്കിൻ്റെ IFSC കോഡ്, നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ IFSC കോഡ് ഏതാ വെച്ചാൽ അത് കൊടുക്കുക. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പർപ്പസ് ടു റെമിറ്റൻസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ എന്താണ് ഫാമിലി മെയിൻ്റനൻസ്, ഫാമിലിക്കാണ് അങ്ങനെ എന്താ വെച്ചാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് ടു NRI അക്കൗണ്ടെന്നോ അല്ലെങ്കിൽ ഫാമിലി മെയിൻ്റനൻസ് എന്ന സേവിങ്ങോ എന്താ കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് എൻ്റെ ക്രെഡിറ്റ് ടു NRI അക്കൗണ്ട് എന്ന് കൊടുക്കും. ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നു. പിന്നീട് കൊടുക്കേണ്ടത് പ്ലേസ് ഓഫ് ബർത്ത്, അത് നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ എവിടെയാണ് ജനിച്ചത് വെച്ചാൽ അത് കൊടുക്കുക. അതുപോലെ തന്നെ ബെനിഫിഷ്യറി ഡേറ്റ് ഓഫ് ബർത്ത്, ഈ ആഡ് ചെയ്യുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈനലി ആയിട്ട് ബെനിഫിഷ്യറി നാഷണാലിറ്റി, അതും നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ രജിസ്റ്റേർഡ് മൊബൈലിലോട്ടൊരു SMS വരും. അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ന്യൂ ബെനിഫിഷ്യറി ആഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ എത്ര വേണ്ടത് വെച്ചാൽ നീ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. വീണ്ടും അതേ പ്രൊസസ്സർ നിങ്ങൾ ഒന്നുകൂടെ ചെയ്താൽ മതി. ആഡ് ന്യൂ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് മണി സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൻഡ് മണി എന്ന് കൊടുക്കുക. തുടർന്ന് ഇവിടെ എത്രയാണ് എമൗണ്ട് കൊടുക്കുക, പർപ്പസ് ഓഫ് റെമിറ്റൻസ്, ഈ കുളത്തിൽ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഓപ്ഷണലായിട്ടുള്ള കാര്യം പ്രൊമോഷൻ കോഡ്, പിന്നെ അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഓക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് സെൻഡ് ആവുന്നതാണ്. മറ്റൊന്ന് ഇതിലുള്ളത് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് പ്രൈസ് ആദ്യം സെൻഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് പ്രൈസൊക്കെ ഒന്ന് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് പ്രൈസ് എസ്റ്റിമേറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അതിൽ നിന്ന് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഡെലിവറി ഓപ്ഷന് ഡയറക്റ്റ് ബാങ്ക് നടക്കുന്നു. ഇനി എത്രയാണെങ്കിൽ ക്യാഷ് എന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 100,000 റിയാൽ എന്ന് കൊടുത്തു. കാൽക്കുലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത ക്യാഷിന് നാട്ടിൽ ബെനിഫിഷ്യറി എത്ര ഇന്ത്യൻ റുപ്പീസ് കിട്ടും, അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ 15 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ വാറ്റടക്കം 15.75 ആണ്.
നമുക്ക് ട്രാൻസാക്ഷൻ ഫീ വരുന്നത്. അത് നമ്മൾ എക്സ്ട്രാ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു 1000 റിയാലാണ് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1015 ആഡ് ചെയ്യണം. തുടർന്ന് ഡയറക്റ്റ് ബാങ്ക് നോർത്ത് ഡൺ. ഓക്കെ, ഇത് പ്രൈസ് എസ്റ്റിമേറ്റർ, നമുക്ക് എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊരു ഓപ്ഷനാണ്. വീണ്ടും നമ്മൾ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് STC ബിൽ പേയ്മെൻറ്റിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സവാ കാർഡ് റീചാർജ് ചെയ്യണമെങ്കിലും മറ്റൊക്കെ ഇവിടെ പ്രീപെയ്ഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ നിങ്ങൾക്ക് ഈ ആപ്പ് വെച്ചിട്ട് ഇതുപോലെ ആവശ്യമുള്ള കാർഡ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് റീചാർജ് ചെയ്യാൻ സാധിക്കും. സിമ്പിളായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിന് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം, പേ അതർ ബില്ല്, അങ്ങനെ STC സിമ്മുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത്. വീണ്ടും നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് പേയ്മെൻറ്റ് ആയിട്ടുള്ള 2 ഓപ്ഷനാണ്, കരീം അതുപോലെ STC പേയ്മെൻറ്റ്. ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പിന്നീട് താഴെ വന്നാൽ കുറച്ച് ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഹോം പേജിലാണ് നിൽക്കുന്നത്. അതിന് താഴെയായിട്ട് വാലറ്റ്, അതായത് നമ്മൾ STC പേയിൽ നമ്മുടെ വാലറ്റിൽ എത്ര ക്യാഷ് ഉണ്ട് കാര്യങ്ങളൊക്കെ ആഡിന് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്നുള്ളത് QR പേ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് ഈ ആപ്പ് വെച്ചിട്ട് STC പേ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ QR പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ ക്യാമറ ഓൺ ആകും. അപ്പോൾ STC പേ സ്വീകരിക്കുന്ന ഷോപ്പുകളിലൊക്കെ അതിൻ്റെ STC പേയുടെ നമ്മൾ Paytm യൂസ് ചെയ്യുന്നവർക്ക് അറിയാം QR കോഡ് ഉണ്ടാകും. ആ QR കോഡിന് നേരെ ഇത് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമുള്ള പണം നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും, പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. മറ്റൊന്നുള്ളത് ഇൻബോക്സ് എന്നൊരു ഓപ്ഷനാണ്. അത് നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾ അതിൽ പോയിട്ട് സ്റ്റാർട്ട് ചാറ്റ് കൊടുത്തിട്ട് STC പേയുടെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ചാറ്റ് ചെയ്തിട്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പിന്നെ STC സ്റ്റോർ എന്നുള്ള ലാസ്റ്റ് ഓപ്ഷനെ കുറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്പിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരു വിധത്തിലെല്ലാം തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ STC പേയെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ്.